നാടുകളിലെ സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ, നല്ല ചൂടാണ് കേട്ടോ. ഇപ്പോ നല്ല പണിന്റെ തിരക്കാണ്. ഇതിന്റെ ഇടയിൽ ഇന്നലെ ഒരു ബായ് സങ്കടത്തോട് കൂടി ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ബായ് സാബ് ഒന്ന് എന്റെ റൂമിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം, ഭയങ്കര തിരക്കാണല്ലോ ബായ് എന്ന് പറഞ്ഞു. അതല്ല, എന്റെ റൂമിലെ കൂളർ കേടന്നായിട്ട് 2-3 ദിവസമായി. ഞാനാണ് 2-3 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. എനിക്ക് വേണം, മസ്രയിലാണ് പണി. ഉറങ്ങാതെ പണിയെടുത്തിട്ട് ഞാൻ ആകെ കൺട്രോൾ തെറ്റി കിടക്കുകയാണ്. ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് വിഷമമായി. ഞാൻ നേരെ വണ്ടി എടുത്തിട്ട് ബാക്കിയുള്ള പണിയൊക്കെ അടക്കട്ടെ, ബായ്സാബിന്റെ പണിയായിട്ട് തീർത്തെടുക്കാൻ ചോദിച്ചു. വണ്ടി എടുത്ത് വേഗം പോയിട്ട് ആ പഴയ മോട്ടറും കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കി പുതിയ സിസ്റ്റം അങ്ങോട്ട് കയറ്റി കൊടുത്ത്. നല്ല ചെലവ് ചുറ്റും ഗുണമോ മെച്ചെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ബായ്സാബ് എന്നും വിളിക്കേണ്ടി വരും നമ്മളെ. അപ്പോൾ അതൊക്കെ എടുത്ത് പഴയ സിസ്റ്റം ഒഴിവാക്കിയിട്ട് പുതിയ സിസ്റ്റം അങ്ങോട്ട് കയറ്റി കൊടുത്ത് നല്ല ഉഷാറാക്കിയിട്ട് വെള്ളമൊക്കെ ചെക്ക് ചെയ്ത് ബായ്സാബിന്റെ റൂമിലൊക്കെ കയറിയിട്ട് തണുപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ലാസ്റ്റ് ബായ്സാബിനോട് ഞാൻ പറഞ്ഞ് നിങ്ങളെ സന്തോഷത്തിന്റെ ദിവസമാണ് ഇട്ടോന്ന് പറഞ്ഞു. ബായ്സാബ് കെട്ടിപ്പിടിച്ചിട്ടേ ഉമ്മച്ചില്ല എന്നുള്ളൂ, കരയ കിടന്നിട്ട്. ഭയങ്കര സന്തോഷമായി, ദുആ ചെയ്യാന്നൊക്കെ പറഞ്ഞ്. ബായ്സാബിനെ നമ്മൾ കാണിക്കില്ല, ബായ്സാബിന്റെ റൂം വേണേ കാണിച്ചു തരാം. പ്രവാസ ലോകത്ത് ഓരോ പ്രവാസിക്കും ഓരോ പ്രശ്നങ്ങളാണ്. നമ്മളെ കൊണ്ട് തീർക്കാൻ കഴിയുന്ന ഒരു പ്രശ്നം നമ്മളാണ് തീർത്തെടുത്ത്, അത്രേ ഉള്ളൂ.